بعد فيا أيها الناس اتقوا الله عباد الله فقد قال الله سبحانه وتعالى في كلامه العزيز أعوذ بالله من الشيطان الرجيم سارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് അവനെ തഖ്വ ചെയ്ത് ജീവിക്കുവാൻ നിങ്ങളെയും എന്നെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ശക്തമായി ഉപദേശിക്കുകയാണ്. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമായ വിശുദ്ധ റമളാൻ നമ്മിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. റമളാനിൻ്റെ ആഗമനം വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവസരമാണ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണത്. ജീവിതകാലത്ത് 11 മാസം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ വിഴുപ്പുകളെ ഒഴിവാക്കിക്കൊണ്ട് അതിനെ ശുദ്ധീകരിക്കുവാനുള്ള സമയമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനു വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാം. ഷഅബാനിലെമ്പാടും അവിടുന്ന് നോമ്പ് പിടിക്കുകയും അവിടുന്ന് നോമ്പ് ഷഅബാനിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് തോന്നുന്ന വിധത്തിൽ അത് പതിവാക്കുകയും ചെയ്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റമളാനിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന നോമ്പ് ഞാൻ കൂടുതലായിട്ട് പിടിച്ചു വീട്ടിയിരുന്നത് ഷഅബാനിലായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് എനിക്കും അതിന് സൗകര്യം കിട്ടിയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മുൻഗാമികളായ മഹത്തുക്കൾ അതുകൊണ്ട് തന്നെ റമളാനിനെ അവരുടെ ജീവിതവുമായിട്ട് എപ്പോഴും ചേർത്ത് നിർത്തിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. യഹ്യ ഇബ്നു മുഈൻ റഹിമഹുല്ലായെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നു, മുൻഗാമികളായ ആളുകൾ അവരുടെ ഒരു വർഷം മുഴുവനും റമളാനുമായി ചേർത്ത് വെച്ചതായിരുന്നു. ആദ്യത്തെ 6 മാസം അത് കഴിഞ്ഞുപോയ റമളാനിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ അവർ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ റമളാന് ശേഷമുള്ള 6 മാസങ്ങൾ അത് ഈ തരത്തിൽ കഴിഞ്ഞുപോയ റമളാനിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് അവർ ദുആ ചെയ്തിരുന്നതെങ്കിൽ ശേഷിക്കുന്ന 6 മാസങ്ങൾ അടുത്ത റമളാനിന്റെ നല്ല രൂപത്തിലുള്ള ആഗമനം നേടിയെടുക്കുവാനും അതുവഴി റമളാനിനെ ഉപയോഗപ്പെടുത്തുവാനും അവസരം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ അവർ വിനിയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം പാപപങ്കിലമാണ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ശ്രദ്ധിക്കാതെ അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എമ്പാടും ചെയ്ത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കടമകൾ പാലിക്കുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് ഈ ആധുനിക കാലത്ത് കൂടുതലായിട്ടും നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. തൽഫലമായിട്ട് നന്മകളെക്കാൾ കൂടുതൽ അതിൻ്റെ ഇരട്ടി കണക്കിന് തിന്മകൾ ചെയ്തുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ റമളാനിന്റെ നല്ല സന്ദർഭങ്ങളെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകി നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് നമ്മുടെ ആത്മാവിനെ രക്ഷിതാവായ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉയരുന്ന തരത്തിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് പോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ അത്യുന്നതമായ പാപമോചനത്തിലേക്ക് മത്സരിച്ച് മുന്നേറുക. വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമികളുടെയും അത്ര വീതിയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ റമളാനിന്റെ യഥാർത്ഥ ലക്ഷ്യവും
ഇതേ രൂപത്തിൽ നാം തഖ്വയുള്ളവരായി മാറലാണ്. അള്ളാഹു പറയുന്നത് പോലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് സൂക്ഷ്മത നിറഞ്ഞ ഭക്തി നിറഞ്ഞ ജീവിതം ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടിയാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പോ മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അവൻ ഒരു മുത്തഖിയായി മാറലാണ്. ഇതേപോലെ റമളാനിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഓരോ അമലിന്റെയും ലക്ഷ്യത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഓരോ മനുഷ്യനെയും ശരിയായ മാനുഷിക മൂല്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് കാണാം. ഇതേപോലെ തന്നെ റമളാൻ എന്തുകൊണ്ട് ഈ സമൂഹത്തിന് അനുഗ്രഹങ്ങളുടെ സങ്കേതമായി നന്മയുടെ പൂക്കാലമായി നൽകപ്പെട്ടു എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മഹത്തുക്കളായ സഹാബികൾ വന്ന് ചോദിക്കുന്നുണ്ട്, മുൻകാലത്തെ ജനങ്ങൾ ദീർഘകാലം ഈ ലോകത്ത് ജീവിച്ചിരുന്ന് അത്യുന്നതമായ നന്മകളും ചെയ്ത് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് എത്തുമ്പോൾ കുറഞ്ഞ ആയുസ് ലഭിച്ച നാം എങ്ങനെയാണ് അത്തരം ജനങ്ങളോട് മത്സരിക്കുവാൻ പ്രാപ്തരായി മാറുന്നത്? കാരണം ഖുർആനിന്റെ ആവർത്തിച്ചുള്ള കൽപ്പന നന്മകളിലേക്ക് മത്സരിച്ച് മുന്നേറാനാണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് അത്തർഗീബ് വത്തർഹീബ് പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആഗതമാവുകയും വിശുദ്ധ റമളാനിനെ ആ സമൂഹത്തിന് ഈ ഉമ്മത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നിറയ്ക്കപ്പെട്ട രൂപത്തിൽ നൽകപ്പെടുകയും ചെയ്തു. കാരണം മുൻകാലത്തെ ജനവിഭാഗങ്ങൾ ഓരോരുത്തരും നീണ്ട കാലം ജീവിച്ചവരാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. അദ്ദേഹം ആ സമൂഹത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 1000 വർഷം ജീവിച്ചു, 50 വർഷം ഒഴികെ. അഥവാ 950 വർഷം നീണ്ടു നിന്ന ഒരു ദഅവത്തിന്റെ കാലഘട്ടം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ മുൻഗാമികളായ ജനവിഭാഗങ്ങളൊക്കെയും നീണ്ട ആയുസ് ജീവിച്ചവരാണ്. ഈ സമൂഹത്തിലും ജീവിച്ചിരുന്ന പ്രമുഖ സ്വഹാബിയാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാർഗം അനുധാവനം ചെയ്ത നല്ല നല്ല പണ്ഡിതന്മാരെ പിന്തുടർന്ന് സത്യമാർഗത്തിലേക്ക് എത്തിയതിനു ശേഷം അങ്ങനെ ഒരാളെ അന്വേഷിച്ചു നടക്കുമ്പോൾ മദീന മുനവ്വറയിൽ വന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടനുബന്ധിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് 2 സമൂഹത്തിലും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ആ ജീവിതം വായിക്കുന്ന ഏതൊരാൾക്കും വലിയ പ്രചോദനമാണ്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നത് 100-ലധികം വർഷങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലായിട്ട് തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതേ രൂപത്തിൽ മുൻഗാമികളായ ജനവിഭാഗങ്ങൾക്ക് നീണ്ട ആയുസ് നൽകപ്പെടുകയും വലിയ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാനുള്ള അവസരം ലഭ്യമാവുകയും ചെയ്തപ്പോൾ കുറഞ്ഞ ആയുസ്സുള്ള ഈ സമൂഹത്തിന് അവരോടൊക്കെ മത്സരിക്കുവാൻ തക്ക അവസരം ഒരുക്കുന്നതിന് വേണ്ടി കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്നത്. ഈ റമളാൻ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ പാകപ്പെടുത്തുകയാണ്. അവന്റെ ഭൗതിക ജീവിതത്തിലും അവന്റെ മനസ്സിന്റെ വളർച്ചയിലും അവന്റെ ആത്മാവിനെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നതിലും റമളാനിന്റെ പങ്ക് വളരെ വലുതാണ്. ശാരീരികമായി നമുക്കറിയാം, മനുഷ്യരായ നാം ധാരാളമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു ശീലം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അറേബ്യൻ സാഹിത്യകാരന്മാരിൽ പ്രഗത്ഭനായ മുസ്തഫ ലുത്തുഫി അൽ മൻഫുലൂത്തി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. അതായത് അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ ഒരാളെ കണ്ടു. ആ മനുഷ്യൻ വയറുവേദന കൊണ്ട് നിന്ന് എളിപിരി കൊള്ളുകയാണ്. അദ്ദേഹത്തെയും വിളിച്ചുകൊണ്ട് ഒരു ഡോക്ടറിന്റെ അടുക്കൽ പോയി പരിശോധിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു, ഈ വ്യക്തി എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് കുറെ ദിവസമായി, അതുകൊണ്ട്
വയറിനുള്ളിലേക്ക് ഗ്യാസ് കയറി ഇദ്ദേഹം വിഷമിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹം ഈ സഹോദരന് ആ വിശപ്പിന് ആഹാരം വാങ്ങിച്ചു കൊടുത്തു. തുടർന്ന് അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ സുഹൃത്തും വയറുവേദന കൊണ്ട് ഞെളിപിരി കൊള്ളുകയാണ്. അദ്ദേഹം എന്താണതിന് കാരണം? അദ്ദേഹം സമ്പന്നനാണ്. കഴിച്ച ആഹാരത്തിന്റെ അളവ് കൂടി ദഹനക്കേട് ബാധിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വ്യക്തി വയറുവേദന എടുത്ത് ഞെളിപിരി കൊള്ളുന്നത്. മുസ്തഫ ലുത്ഫി മൻഫുലൂത്തി പറയുന്നുണ്ട്, ഈ മനുഷ്യൻ കഴിച്ച അളവിൽ കൂടുതലുള്ള ആഹാരം ആ പാവപ്പെട്ട മനുഷ്യന് നൽകിയിരുന്നുവെങ്കിൽ ഇവിടെ രണ്ടു കൂട്ടർക്കും സ്വസ്ഥമായിട്ട് കഴിയാമായിരുന്നു. പക്ഷേ ഒരു വ്യക്തിക്ക് കഴിക്കാൻ ഒന്നുമില്ല, മറ്റൊരു വ്യക്തി താങ്ങാനാവുന്നതിനും അപ്പുറത്ത് അളവിലുള്ള ഭക്ഷണം കഴിച്ച് തന്റെ ശരീരത്ത് ദഹനക്കേട് ബാധിച്ച് വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് ആ വ്യക്തിയിൽ കാണപ്പെടുന്നത്. ഇങ്ങനെ സന്തുലിതമല്ലാത്ത ഒരുതരം ജീവിതക്രമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്ത് മിച്ചമുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ ശരീരം ശേഖരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അത് ക്രമേണ അധികരിച്ച് ശരീരത്തിൽ പൊണ്ണത്തടിയും ദുർമേധസ് പോലുള്ള പ്രശ്നങ്ങളും കടന്നു വരുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു നോമ്പുകാരനായ വ്യക്തി പകൽ മുഴുവനും അന്നപാനീയങ്ങൾ ഒഴിവാക്കുമ്പോൾ 8 മണിക്കൂറിന് ശേഷമാണ് ശരീരത്തിന് ആ ഒരു സാഹചര്യവുമായിട്ട് ഉള്ള മാറ്റം സംജാതമാകുന്നത്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ 8 മണിക്കൂറിന് ശേഷം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത്തരം ഗ്ലൂക്കോസുകളെ ശരീരം ആഗിരണം ചെയ്ത് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നതിന്റെ ഫലമായിട്ട് ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്ത് അടിഞ്ഞുകൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളെ ദഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ദഹനവ്യൂഹത്തിന്റെ പ്രവർത്തനത്തെ ഏറ്റവും നന്നാക്കി മാറ്റുന്ന വിഷയത്തിൽ നമ്മുടെ നോമ്പിന് വലിയ മഹത്വമുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അത്ര പ്രബലമല്ലെങ്കിലും ഒരു ഹദീസിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സൂമു തസിഹു, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, ആ നോമ്പിലൂടെ നിങ്ങൾ ശാരീരികമായ ആരോഗ്യം നേടുക. നോമ്പ് കൊണ്ട് രണ്ടാമത്തെ ഗുണം നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഇച്ഛാശക്തിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് കീഴ്പ്പെടാതെ മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും വലിയ പ്രചോദനം അവനുണ്ടായിത്തീരുന്നത് വിശുദ്ധ റമദാനിലൂടെയാണ്. കാരണം തൊട്ടു മുമ്പിൽ അവന് വിവിധതരം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ അവന് കഴിക്കാനുള്ള അവസരമുണ്ട്, വിശന്ന് പൊരിഞ്ഞ് അവൻ കഴിയുകയാണ്. ഈ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഹാരത്തെ അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ, യദഉ സ്വായിമു ത്വആമഹു വശഹവതഹു ലിഅജലി, മനുഷ്യൻ അവന്റെ ഭക്ഷണവും അവന്റെ വൈകാരികമായ ആവശ്യങ്ങളും എനിക്ക് വേണ്ടി ഒഴിവാക്കുന്നു. അപ്പോ ഏറ്റവും ആവശ്യഘട്ടത്തിൽ പോലും രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമത്തെ അനുസരിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി അവന് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ രക്ഷിതാവിന്റെ പ്രീതിക്ക് വേണ്ടി ഒഴിവാക്കുന്നുവെങ്കിൽ അത് രക്ഷിതാവായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും തിന്മയായ കാര്യങ്ങളിലേക്ക് നടന്നു പോകുവാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അതിൽ നിന്നൊക്കെ അകന്ന് രക്ഷിതാവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള പ്രചോദനമായിട്ട് ഈ നോമ്പ് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയെ ശരിക്കും അവന്റെ ഇച്ഛാശക്തിയെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ അവന്റെ മനസ്സിന്റെ ആ ശക്തി വീണ്ടെടുക്കുന്നതിൽ നോമ്പ് പോലെ ഉപയോഗപ്പെടുന്ന മറ്റൊരു ഇബാദത്തില്ല എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തേത് മനുഷ്യന്റെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി 2 ഘടകങ്ങളാണ്. ഒന്ന് കളിമണ്ണിനാൽ നിർമ്മിക്കപ്പെട്ട അവന്റെ ശരീരം, മറ്റൊന്ന് അള്ളാഹുവിൻ്റേത് എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ള ആത്മാവ്. ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണല്ലോ. വയസ്അലൂനക അനി റൂഹ്, റൂഹ് എന്താണ് എന്ന് അവർ താങ്കളോട് ചോദിക്കും.
അങ്ങ് പറയുക കുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്നുള്ളത് രക്ഷിതാവായ അള്ളാഹുവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അഥവാ മനുഷ്യന്റെ ഏതുതരം പഠനത്തിനും നിരീക്ഷണത്തിനും കണ്ടെത്താനാവാത്ത അതിഭൗതികമായ ഒരു സംവിധാനമായിട്ടാണ് റൂഹിനെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള റൂഹ് മനുഷ്യനെ എപ്പോഴും ഉയരങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഉയരുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ഓരോ മനുഷ്യനോടൊപ്പവും ഒരു പിശാചും ഒരു മലക്കുമുണ്ട്. പിശാച് എപ്പോഴും അവന്റെ മനസ്സിലേക്ക് ദുർബോധനം നടത്തും. എന്തിനാണ് ദുർബോധനം നടത്തുന്നത്? തെറ്റുകൾ ചെയ്യുവാൻ വേണ്ടി. എന്നാൽ അവനോടൊപ്പമുള്ള മലക്ക് അതെപ്പോഴും അവനെ നന്മയിലേക്ക് മുന്നേറുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെയും ശരീരം കളിമണ്ണിന്റെ ചെളിക്കുണ്ടിലേക്ക് ആഴ്ന്നു പോകുവാൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് വിമുക്തമായി രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് നമ്മുടെ റൂഹ് നമ്മെ ഉയർത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ മനുഷ്യരായ നാം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് രക്ഷിതാവിന്റെ പ്രീതിക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കുമ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്നത് രക്ഷിതാവിലേക്ക് നമ്മുടെ റൂഹ് നമ്മെ ഉയർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ആത്മീയമായിട്ട് നോമ്പ് നൽകുന്ന ഉയർച്ച എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. ഇന്ത്യ കണ്ട ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധ പണ്ഡിതന്മാരിൽ ഒരാളായ അല്ലാമ ഷാ വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഈ മൃഗീയതയും ഈ ആത്മീയമായ ഭാവവും ഇത് രണ്ടും ഒരുമിച്ച് കൂടുന്ന പശ്ചാത്തലത്തിൽ അവന്റെ ആത്മാവിനെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നോമ്പ് മനുഷ്യന് നൽകുന്ന ആത്മീയമായ ഉയർച്ച അതിരുകളില്ലാത്തതാണ്. ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, കുല്ലു അമലി ബിനി ആദമ യുളാഅഫുൽ ഹസനതു അശ്റ അംസാലിഹ. മനുഷ്യർ ചെയ്യുന്ന ഓരോ നന്മയും അത് 10 ഇരട്ടി വരെ ഇരട്ടികളായിട്ട് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. ഇലാ 700 ളിഅഫ്, അത് വന്ന് 700 ഇരട്ടി വരെ അതിന്റെ പ്രതിഫലം ഉയരുവാൻ ഇടയായി തീരും. ചെയ്യുന്ന നന്മയുടെ വലിപ്പം, അതിന്റെ ആത്മാർത്ഥത, അതിന്റെ നല്ല നിയ്യത്ത്, ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഓരോ അമലിനും ലഭിക്കുന്ന ഇരട്ടികളായ പ്രതിഫലത്തിന്റെ തോത് ഉയരുന്നതും കുറയുന്നതും. എന്നാൽ ഇവിടെ നോമ്പിനെ മാത്രം അള്ളാഹു ഒഴിവാക്കി പറയുന്നു. ഖാലല്ലാഹു അസ്സ വജൽ ഇല്ല സൗം, എന്നാൽ നോമ്പ് അതിൽ നിന്ന് ഒഴിവാണ്. ഫഇന്നഹു ലീ, എനിക്ക് വേണ്ടി മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു ഇബാദത്താണത്. വാന അജ്സി ബിഹി, അതിനുള്ള പ്രതിഫലം നൽകുന്നതും ഞാൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ അള്ളാഹു നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് വിശദീകരിക്കുന്നത്? അതിനെക്കുറിച്ച് അല്ലാമ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി എഴുതുന്നു. കാരണം ഇവിടെ മനുഷ്യർക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അവന്റെ മൃഗീയതയാണ്, മറ്റൊന്ന് അവന്റെ റൂഹിയായ ഒരു തലമാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കാരം തുടങ്ങി ധാരാളം ഇബാദത്തുകളിൽ വ്യാപൃതരാണ്. എന്നാൽ അവർക്ക് മനുഷ്യർക്ക് മാത്രമുള്ള ഈ മൃഗീയമായ ഭാവമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൈകാരിക സമ്മർദ്ദം, അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നോമ്പിലൂടെ ഒരു മനുഷ്യൻ അവന്റെ കടുത്ത വിശപ്പിന്റെ സമയത്തും കടുത്ത ദാഹത്തിന്റെ സമയത്തും അതൊക്കെ മുന്നിൽ നിൽക്കെ തന്നെ അള്ളാഹുവിന് വേണ്ടി അതിനെ പിടിച്ചു നിർത്തുവാൻ സന്നദ്ധനാകുന്നു. അവന്റെ ശാരീരികമായ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? തന്റെ ശരീരം ഇക്കാര്യത്തിൽ അതീവ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും രക്ഷിതാവായ നാഥന്റെ പ്രീതി എനിക്ക് കിട്ടണം എന്നുള്ള ഉയർന്ന താല്പര്യത്തിന്റെ പേരിലാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ശരിക്കും അള്ളാഹുവിലേക്ക് ഈ ദാസൻ ഉയരുകയാണ്. എന്നാൽ നേരെ മറിച്ച് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനുള്ള ഈ ദുർഗുണങ്ങൾ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അവർ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയും ധിക്കരിക്കാത്തവരും
എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് അതേപടി പാലിക്കുകയും ചെയ്യുന്നവരാണ് ഈ മലക്കുകൾ. അവർക്ക് മനുഷ്യർക്കുള്ള വൈകാരികമായ തലങ്ങളെ കുറിച്ച് ധാരണയില്ല. അതുകൊണ്ട് തന്നെ അന്നപാനീയങ്ങളും വികാരങ്ങളും ഒഴിവാക്കി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആ ഇബാദത്തിന്റെ മഹത്വവും വിലയും തിരിച്ചറിയുവാൻ മലക്കുകൾക്ക് സാധിക്കുന്നില്ലാത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തന്നെ അവന്റെ മനുഷ്യരായ ദാസന്മാരുടെ ഈ അത്യുന്നതമായ ഇബാദത്തിന് മൂല്യം കൽപ്പിക്കുകയും അതിനുള്ള ഉന്നതമായ പ്രതിഫലം നേരിട്ട് നൽകുകയും ചെയ്യുന്നു എന്ന് ഇമാം ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഉയർത്തുന്ന വിഷയത്തിൽ മറ്റൊരു ഇബാദത്തിനുമില്ലാത്ത മഹത്വം മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശുദ്ധ റമദാനിലെ ഈ നോമ്പിന് കൽപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിന് ഉപോത്ബലകമായിട്ടാണ് ഈ ഹദീസിനെ മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്കറിയാം, ഒരു വ്യക്തിയെ അവന് ലഭിച്ച അനുഗ്രഹങ്ങളുടെ വില ഓർമ്മപ്പെടുത്തുന്നത് നോമ്പാണ്. വിശന്നു കഴിയുന്ന ഒരു മനുഷ്യൻ, ദാഹിച്ചു വലയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു ജീവിതത്തിന്റെ ഓരോ സമയത്തും അവന്റെ മുന്നിൽ കോരിച്ചൊരിയുന്ന ഭക്ഷണപാനീയങ്ങളുടെ വില എന്താണെന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ കൂടി തയ്യാറാകുന്നു എന്നുള്ളതാണ് നോമ്പ് നമുക്ക് നൽകുന്ന മാനസികമായ ശിക്ഷണത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം. ഒരു പണ്ഡിതൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഒരു മനുഷ്യൻ അവന്റെ വിശപ്പ് മനസ്സിലാക്കുന്നത് ശാരീരികമായ ഒരു പ്രക്രിയയാണ്. അവൻ മറ്റൊരാൾക്ക് വിശക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അവന്റെ മാനസികമായ ചിന്തയുടെ ഫലമായിട്ടാണ്. ഒരാള് വിശന്നു വലഞ്ഞ് കൈനീട്ടി വരുമ്പോൾ അവന് വിശക്കുന്നുണ്ട് എന്നൊരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് അവന്റെ സാഹചര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് അവൻ അറിയുന്നത്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ തന്റെ വിശപ്പ് പോലെയാണ്, അല്ലെങ്കിൽ തന്റെ വിശപ്പിനേക്കാൾ വലുതാണ് അന്യന്റെ വിശപ്പ് എന്ന് അറിയുന്നത്, അതാണ് ശരിക്കും ആത്മീയമായൊരു തലം. ശരിക്കും റമദാനിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസിദ്ധമായ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചതുപോലെ ഷഹറുൽ മുവാസാത്ത്, ഈ റമദാൻ എന്ന് പറയുന്നത് സമഭാവനയുടെ മാസമാണ്. ഒരു ദാസൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും ആസ്വദിച്ച് ജീവിക്കുന്ന ആ വ്യക്തി റമദാനിന്റെ ഉച്ച സമയത്ത് തിളച്ചുമറിയുന്ന വിശപ്പും ദാഹവും കൊണ്ട് അവൻ ഞെളിപിരി കൊള്ളുന്ന സമയത്ത്, അവൻ വിശപ്പിന്റെ ആ എരിപൊരി തിരിച്ചറിയുന്ന സമയത്ത്, എന്നെ പോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ള പാവപ്പെട്ട ആളുകൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇത് അനുഭവിച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള തിരിച്ചറിവാണ് അവനെ ദാനധർമ്മം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറയുന്നത് സാധാരണ സമയം പോലെ ഒരു സമയമല്ല, മറിച്ച് അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് നൽകിയ, നമ്മുടെയൊക്കെയും മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് ആത്മാവിനെ വിമലീകരിച്ച് രക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഉയരുവാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവസരമായിട്ട് മുൻഗാമികൾ മനസ്സിലാക്കുകയും ഹദീസിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിക്കുകയും ചെയ്തു. ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇബ്നു മാജ തുടങ്ങിയ മഹത്തുക്കൾ നിവേദനം ചെയ്യുന്ന ഒരു സഹീഹായ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ പശ്ചാത്തലം, രണ്ടാളുകൾ ഖുസാഅ ഗോത്രത്തിൽ നിന്നും മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ വന്നു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു. ഒരാളെ കുറിച്ച് പറയുന്നു, അയാൾ കൂടുതൽ ദീനിന്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്ന, ജിഹാദ് കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒന്നാമത്തെ വ്യക്തി ഒരു യുദ്ധത്തോടനുബന്ധിച്ച് രക്തസാക്ഷിത്വം വരിച്ചു. രണ്ടാമത്തെ വ്യക്തി പിന്നെയും ഒരു വർഷവും കൂടി ജീവിച്ചിരുന്നു. ത്വൽഹാ റളിയല്ലാഹു അൻഹു പറയുന്നു, സാധാരണ ഉറങ്ങുന്ന ആളുകൾ സ്വപ്നം കാണുന്നത് പോലെ ഞാനൊരു സ്വപ്നം കണ്ടു. അത് മറ്റൊന്നുമല്ല, ഈ രണ്ടാളുകളും ഞാനും സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. രണ്ടാമത് ഒരു വർഷത്തിന് ശേഷം സാധാരണ രൂപത്തിൽ മരണപ്പെട്ട വ്യക്തിയെ വിളിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അകത്തേക്ക് പോയി. അങ്ങനെ സമയം കുറെ കഴിഞ്ഞു. അതിനുശേഷം ആദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ
രക്തസാക്ഷിത്വം വരിച്ച് വിട പറഞ്ഞ, കൂടുതൽ ദീനിനു വേണ്ടി പ്രയത്നിച്ച ആ വ്യക്തിയെ വിളിച്ചുകൊണ്ടു സ്വർഗത്തിലേക്ക് പോയി. തൽഹ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ ഉണർന്നു. അദ്ദേഹത്തിന് ഈ സ്വപ്നം കണ്ടിട്ട് വലിയ അത്ഭുതം തോന്നി. അദ്ദേഹം സഹാബാക്കളുമായിട്ട് ഈ സ്വപ്നം പങ്കുവെച്ചു. ഈ ചർച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടുകൊണ്ടാണ് മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുന്നത്. അവിടുന്ന് അവരോട് ചോദിച്ചു, മിൻ അയ്യിദാലിക തതഅജ്ജബൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയും അത്ഭുതപ്പെടുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഈ വ്യക്തി ഹാദാ കാന അശദ്ദ ഇജ്തിഹാദൻ, ഇയാൾ കൂടുതലായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിക്കുക മാത്രമല്ല, തന്റെ ജീവൻ പോലും മതത്തിനു വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന് മുമ്പ് സാധാരണ രൂപത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ സ്വർഗത്തിൽ കടന്നു? ഇതാണ് ഞങ്ങളുടെ സംശയം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തോട് ചോദിച്ചു, അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സന, ഈ വ്യക്തി, ഈ രക്തസാക്ഷിത്വം വരിച്ച വ്യക്തി അങ്ങനെ മരിച്ചതിന് ശേഷം 1 വർഷവും കൂടി ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ലേ? വദ്റക റമളാൻ, ഒരു റമളാൻ മുഴുവനും അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ പറ്റിയില്ലേ? ഫസാമഹു, അദ്ദേഹം ആ റമളാനിൽ നോമ്പ് പിടിച്ചു. വസല്ല കദാ വകദാ സജദതൻ ഫിസ്സന, ആ വർഷത്തിലുടനീളം അദ്ദേഹം ധാരാളം റക്അത്തുകൾ, ആയിരക്കണക്കിന് റക്അത്തുകൾ ഒന്നാമത്തെ വ്യക്തിയേക്കാൾ കൂടുതലായിട്ട് അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അവിടുന്ന് ഒന്നുകൂടി പറഞ്ഞു, ഫലമാ ബൈനഹുമാ അബ്അദുമാ ബൈന സമാഇ വൽ അർദ്, ഈ രണ്ടാളുകൾക്കിടയിൽ അള്ളാഹുവിന്റെ അടുക്കൽ കൽപ്പിക്കപ്പെടുന്ന വ്യത്യാസം എത്രത്തോളം എന്ന് വെച്ചാൽ, ആകാശ ഭൂമികൾക്കിടയിൽ എത്രത്തോളം അകലമുണ്ടോ അത്ര വലിയ അകലമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. ചുരുക്കി പറഞ്ഞാൽ, റമളാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവസരമാണ്. അവന് പ്രതീക്ഷ നൽകുന്ന ഒരു ഘട്ടമാണ്. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ തിരുത്തി രക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൂടുതൽ അടുക്കുവാൻ, അവനിലേക്ക് ചെന്നു ചേരുവാൻ, അവന്റെ തൃപ്തി നേടിയെടുക്കുവാൻ ഓരോ വിശ്വാസിക്കും അള്ളാഹു തുറന്നു തരുന്ന നന്മയുടെ ഈ അവസരം, അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല നിലയിൽ വിനിയോഗിക്കുവാൻ, റമളാൻ അനുകൂലമായ സാക്ഷിയായി ഇരുലോകത്തും വിജയിക്കുവാൻ രക്ഷിതാവായ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ.